Hmm. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഓക്കെ, നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. Yes, ma'am. Prayer. Oh, Dear Allah, thank you for this new day and this opportunity to learn. Bless our teacher and friends and guide to us to gain knowledge and wisdom. Amen. Thank you. സൈൻ ചെയ്യുന്നുണ്ടോ? Good morning, everyone. I am warmly welcome our respected Ashwati ma'am and all my dear friends to today's online class. Let us attend the class the enthusiasm and a positive mindset. Thank you. ഓക്കെ, എല്ലാവരും പ്രാക്ടിക്കലൊക്കെ തിരിച്ചു പോയേ. എന്താ മാം? തിരിച്ചു പോയത് എപ്പോഴാ? എപ്പോ കഴിഞ്ഞു പ്രാക്ടിക്കൽ ക്ലാസ്? ഞാൻ പോയില്ലായിരുന്നു മാം. മാം 3 മണിയായിപ്പോ പോകുന്നു മാം. 3 മണിയായിപ്പോ പോയി എല്ലാവരും. 3 മണിയായപ്പോ പോയല്ലേ? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ? മെറ്റീരിയൽസ് ഒക്കെ കണ്ടില്ലേ? യെസ് മാം. യെസ്. ഓക്കെ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ബ്രൗൺ സ്റ്റേഴ്സ് ആണ്. നല്ല അട്രാക്റ്റീവ് കളറാണല്ലോ. പിന്നെ ആരാ വന്നിട്ടുണ്ടായിരുന്നു? സിൻസി വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു മിസ്സേ, അതുകൊണ്ട് ഈ പ്രാവശ്യം വന്നില്ല. പിന്നുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത 2 പ്രൊഡക്റ്റ് ഞാൻ ഈ പ്രാവശ്യം മെറ്റീരിയൽസ് ഞാൻ കണ്ടായിരുന്നു. കളർ അടിച്ചിട്ടുള്ള ഇവര് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരുന്നേ. ഒരു നമ്മള് ടച്ച് ടാബ്ലറ്റ് ഇല്ലേ, അതിലിങ്ങനെ കളർ വന്നേക്കണ പോലത്തെ. പുതിയ മെറ്റീരിയൽ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഉണ്ടായിരുന്നില്ല പ്രാക്ടിക്കൽ ക്ലാസ്, ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജിഷു ടീച്ചറോടൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ ഏതാണെന്ന്. ഓക്കെ, ബാരിക് ടാബ്ലറ്റ് അറിയാമോ അത്? ബാരിക് ടാബ്ലറ്റ് അങ്ങ് വേണമെന്ന്. അത് ടച്ച് ബോർഡുകൾ ഇങ്ങനെ ഈ പരിപരുത്ത ടൈപ്പുള്ള കൂട്ട്, അതാണോ ഉദ്ദേശിച്ചത് പോലും? അതാണോ സിൻസി? ലവില് വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. അറിയാമോ? സിൻസി ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല. സിൻസി എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ തെർമിക് ടാബ്ലറ്റ് ഒന്നും പറഞ്ഞേ ഒരെണ്ണം. തെർമിക് ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ടെമ്പറേച്ചർ അറിയണതാണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ളത് ഉണ്ടായിരുന്നില്ല. ആണോ? അത് ഞങ്ങൾ ചെയ്തായിരുന്നു. സിൻസി ഒക്കെ വന്നപ്പോൾ ആ മെറ്റീരിയൽ വന്നിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ആ മെറ്റീരിയൽ കാണിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, പുതിയതായിട്ട് 5-6 മെറ്റീരിയൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് വന്നത്, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത് കേട്ടോ. അതെന്തിനാ മിസ്സേ യൂസ് ചെയ്യണത് ടെർമിക് ടാബ്ലറ്റ്? അത് നമുക്ക് ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ അറിയാം. അതായത് നമ്മളിപ്പോ കണ്ടിട്ടില്ലേ പലതരത്തിലുള്ള എന്താ പറയാ, ഇപ്പൊ മാർബിള്, ഗ്രാനൈറ്റ്, ഫ്ലോർ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള. അപ്പൊ അതിനകത്ത് നമ്മൾ ചവിട്ടുമ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇപ്പൊ ഗ്രാനൈറ്റിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്ന ടെമ്പറേച്ചർ ആയിരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഫീലിംഗ് ആയിരിക്കില്ല നമ്മുടെ മാർബിളിൽ ചവിട്ടുമ്പോഴുണ്ടാകുന്നത്. അതുപോലെ സാധാ തറയിലുണ്ടല്ലോ ഫ്ലോർ ചെയ്തിട്ടുള്ള സിമെന്റ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള തറയുണ്ടല്ലോ, അതിനകത്ത് ചവിട്ടുമ്പോഴുണ്ടാകുന്ന ഫീൽ ആയിരിക്കില്ല. അതായത് വ്യത്യാസം വരും. അപ്പൊ അതൊക്കെ അറിയാനും ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെയാണ് ആ ടാബ്ലറ്റ് ഉപയോഗിക്കുന്നത്, തെർമിക് ടാബ്ലറ്റ്. ഓക്കെ,
നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ക്ലാസ്സിലുള്ള എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കൽ? ലൗലി ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ നമ്മളാകെ 15 പേര് ക്ലാസ്സിലുള്ളല്ലോ മാം. അതില് ആരും വേറെ ആരും ഉണ്ടോന്നറിയില്ല. ആരും റെസ്പോണ്ട് ചെയ്തില്ലല്ലോ. ഞാനുണ്ടായിരുന്നു മാം. നസീർ ഉണ്ടായിരുന്നു, ലൗലി ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അതെ മാം. മാം ആ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ മാം. ഞാൻ ക്ലാസ്സിൽ കയറാൻ ഇരുന്ന് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി കയറിയതാ. ആ മാം ഈ നമ്മൾ ഈ ടേക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ എന്ന് പറഞ്ഞ അതിലേ 25 പേരുടെ അറ്റൻഡൻസ്, അതിനകത്ത് ആ സിമ്പിൾസിലേ മാം എനിക്ക് 2-3 സിമ്പിൾസ് ഡൗട്ട് ഉണ്ട് മാം, അതൊന്ന് പറഞ്ഞു തരുമോ? മനസ്സിലാവുന്നില്ല സിബി മോളെ പറയുന്ന കാര്യം, ക്ലിയർ ആവുന്നില്ല. അറ്റൻഡൻസ് രജിസ്റ്ററിലെ സിമ്പിൾസ് 2-3 ഡൗട്ട് ഉണ്ടെന്ന്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാവോ എന്നാണ് ചോദിച്ചത്. ഏതാണ് ഡൗട്ട് ഉള്ളത്? മാം എനിക്ക് ഡൗട്ട് ഉള്ളത് നമ്മുടെ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ് ഉണ്ടല്ലോ, അതും പിന്നെ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവ്, മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ്, ഇതിനകത്ത് ആ ലൈൻ ഇട്ടിട്ട് സൈഡിൽ എന്താ എഴുതിയേക്കുന്നതെന്ന് ക്ലിയർ ആവുന്നില്ല മാം. ഒരു സെക്കൻഡ് എടുക്കട്ടെ. ആദ്യത്തേത് പറയൂ, ഓരോന്നായിട്ട് പറയൂ. ഫുൾ പ്രസന്റ് അല്ല മാം, ഫസ്റ്റ് കഴിഞ്ഞ് മോർണിംഗ് പ്രസന്റും അല്ല, അതിനുശേഷം നമ്മൾ താഴോട്ട് വരുമ്പം ആഫ്റ്റർനൂൺ സ്പോട്ട് കഴിഞ്ഞിട്ട്. ആഫ്റ്റർനൂൺ സ്പോട്ട് കഴിഞ്ഞിട്ട് അല്ലേ? മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റ്. അതിനകത്ത് സിമ്പിൾ ആണോ ഡൗട്ട് ഉള്ളത്? സിമ്പിൾ മനസ്സിലായി മാം. ഇങ്ങനെ ഇടത് സൈഡിലേക്ക് വരാം, അതിനുശേഷം എന്താ സൈഡിൽ എഴുതിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മാം. മൂന്നെണ്ണത്തിലും 1 ആണോ മാം? 3 ഉണ്ട്, പക്ഷെ ഡിഫറെന്റ് ആയിട്ടാണ് 1 കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലതില് കോളം, അതായത് സ്ലാഷ് ഇട്ടിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. അത് മനസ്സിലായില്ല മാം. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റില് കുറച്ച് മിഡിലായിട്ടാണ് ആ 1 ഇട്ടിരിക്കുന്നത്. പിന്നീട് മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവില് കുറച്ച്, അതായത് ആ സ്ലാഷിന് കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് മേളിലായിട്ടാണ് 1 ഇട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് സ്ലാഷ് ഇട്ടിരിക്കുന്നത് ഡിഫറെന്റ് ആണ്, 1 മുകളിലത്തെ കോളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കണ്ടാൽ മനസ്സിലാവുമല്ലോ. മനസ്സിലായി ഇപ്പൊ മനസ്സിലായി. വ്യത്യാസമുണ്ട് കേട്ടോ, 3ലും വ്യത്യാസമാണ്. പിന്നെ മാം ഞാൻ നമ്മുടെ ഈ അപ്പാരറ്റസ് റെക്കോർഡ് ഉണ്ടല്ലോ, അപ്പാരറ്റസ് റെക്കോർഡ്സിൽ നമുക്ക് എല്ലാത്തിന്റെയും പിക്ചേഴ്സ് വരുമോ മാം? അതിനകത്ത് വുഡൻ ബാഗ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പിക്ചേഴ്സ് ഒട്ടിക്കാൻ വരുമോ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെയാണോ? അത് എല്ലാത്തിന്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ടോ? ഇല്ല മാം, കുറച്ചേ തന്നിട്ടുള്ളൂ. അതിനുശേഷം ജിഷ മാം പറഞ്ഞിരുന്നു ഇതില് കുറച്ച് മിസ്സിംഗ് ഉണ്ട്, അത് നിങ്ങൾ സെർച്ച് ചെയ്ത് എടുത്തിട്ട് ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തോളൂ. കിട്ടാത്തതിന്റെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾ ഒട്ടിക്കേണ്ടി വരും. അത് ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായില്ല മാം. വുഡൻ ബാഗ് എന്നും പറഞ്ഞു ഞാനത് നോക്കിയിട്ട് പിന്നെ വിട്ടുപോയി. ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മാം. സോളിഡ് ബാഗ്, അതന്നെ വുഡൻ സോളിഡ് ബാഗ് എന്നും പറഞ്ഞ് ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. ഓക്കെ മാം. പിന്നെ ആൽഫബറ്റിക് ഡൈസ് ബോക്സ് ഒക്കെ കിട്ടി. പിന്നീട് എനിക്ക് ബാക്കിയെല്ലാം കിട്ടി മാം. പിന്നെ ഈ ഡ്രോയർ എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് പിക്ചേഴ്സ് ഉണ്ടോ മാം? ഡ്രോയർ 1, ഡ്രോയർ 2 അതുണ്ടാവും, കുട്ടികൾ ഒട്ടിക്കാറുണ്ടല്ലോ. റെക്കോർഡ് സൈൻ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ. ഡ്രോയർ 1, ഡ്രോയർ 2 എന്നൊക്കെ പറഞ്ഞു ഒട്ടിക്കാറുണ്ട്. അതുകൊണ്ട് മാം എനിക്കത് കിട്ടിയിട്ടുണ്ട്, അതിന്റെ പിക്ചർ കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഡ്രോയർ 1, ഡ്രോയർ 2 എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്, പിക്ചർ ഉണ്ട്. അതുപോലെ ഈ മറ്റേ വുഡൻ സോളിഡ് ബാഗ്സ് ഉള്ളതല്ലേ, നമ്മൾ ഈ മെറ്റീരിയൽ ചെറിയ മെറ്റീരിയൽസ് അല്ലേ, അത് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു ബാഗ്, ആ ഒരു ഇതാണ്, അതിന്റെ പിക്ചറും കിട്ടീന്. അതാണ് സംഭവം വരുന്നത്. ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യോ?
അതെ ഞാനും പറയാൻ തുടങ്ങുമായിരുന്നു. ഗ്രൂപ്പ്സിലും എനിക്കും ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യട്ടാ. ഞാനും സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയില്ല മാം. അതാ ഞാൻ ചോദിച്ചത്. അത് പിക്ചേഴ്സ് ഉള്ളതാണോ എന്നൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ഗ്രൂപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക കേട്ടോ. ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർക്ക് അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും കാര്യം ഇതുപോലെ തന്നെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ആദ്യം ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ അറിയാവുന്നവർ അതൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ 3 അതൊന്നുകൂടി പറഞ്ഞുതരും. ഞാൻ ശരിക്കും കേട്ടില്ല മാം, ക്ലിയർ അല്ലായിരുന്നു. അതെ അല്ലേ, അതില്ലേ 3 1 വന്നിട്ടുണ്ട്. നമ്മുടെ ഒന്നുണ്ടല്ലോ അതിന്റെ ചിഹ്നം വന്നിട്ടുണ്ട്. അതില് മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ആബ്സെന്റില് സ്ലാഷ് ഇട്ടിരിക്കുന്നത്, ആ സ്ലാഷ് ഇട്ടിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. അതായത് 3 വ്യത്യാസം ഉണ്ട് ഇട്ടിരിക്കുന്നത്, ഒരുപോലെയല്ല. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ അതിന്റെ തൊട്ട് താഴെ, അതായത് മിഡിൽ പോർഷനിലാണ് 1 കൊടുത്തിരിക്കുന്നത്. ദെൻ മോർണിംഗ് പ്രസന്റ് ആഫ്റ്റർനൂൺ ലീവില് സ്ലാഷ് ഇട്ടിരിക്കുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ആദ്യത്തേതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടാണ് രണ്ടാമത് ഇട്ടിരിക്കുന്നത്. അതില് വന്നിരിക്കുന്നത് കുറച്ച് മുകളിലായിട്ടാണ്, റൈറ്റ് സൈഡിൽ, മിഡിലല്ല. പിന്നെ മോർണിംഗ് ലീവ് ആഫ്റ്റർനൂൺ പ്രസന്റ് ഇതുപോലെ തന്നെ, അതായത് സ്ലാഷ് ഇട്ടിരിക്കുന്നത് വ്യത്യാസമായിട്ടാണ്, 2ൽ നിന്ന് വ്യത്യാസമായിട്ടാണ് മൂന്നാമത്തേത് സ്ലാഷ് ഇട്ടിരിക്കുന്നത്. മുകൾ ഭാഗത്താണ് വന്നിരിക്കുന്നത്. ബാക്കി 2ലും താഴത്തെ ഭാഗത്താണ് 1 വന്നത്. എന്നാൽ മൂന്നാമത്തേതില് ഏറ്റവും ടോപ്പിലാണ് 1 വന്നത്. ഓക്കെ. പിന്നെ മാം അതിൽ തന്നെ എനിക്ക് ഒരു ഡൗട്ട് കൂടെ ഉള്ളത് ചോദിച്ചോട്ടെ മാം? ഈ സിമ്പിൾസിൽ നമ്മൾ കോളം ഉണ്ടല്ലോ, കോളത്തിൽ ചിലയിടത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്, ചിലയിടത്ത് ഡോട്ട് ഡോട്ട് ആണല്ലോ. അപ്പൊ അതുപോലെയാണോ നമ്മൾ ചെയ്യേണ്ടത്, അതോ ബോക്സ് വരച്ചാൽ മതിയോ? ബോക്സ് വരയ്ക്കണം, ബോക്സ് വരച്ചിട്ട് ചെയ്യണം കേട്ടോ. ചിലയിടത്ത് ഇങ്ങനെ സൈഡിൽ 2 സൈഡ് ക്ലിയർ ആയിട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ അത് എനിക്കൊരു ഡൗട്ട് തോന്നി. നോക്കൂ നിങ്ങള് ബോക്സ് വരച്ചിട്ട് മാം ഇത് മോണ്ടിസോറി മെത്തേഡിൽ മാത്രമുള്ളല്ലേ? സാധാ സ്കൂളുകളിലൊക്കെ വെറുതെ ജസ്റ്റ് ഇൻഡു മാത്രമല്ലേ ഇടുള്ളൂ? അതെ 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 അതെ. സാധാ സ്കൂളുകളിലൊക്കെ നമ്മൾ ജസ്റ്റ് ചില സിമ്പിൾസ് അവിടെ യൂസ് ചെയ്യാറുണ്ട് റെഡ് ഇങ്കൊക്കെ ഉപയോഗിച്ച്. പിന്നെ മോണ്ടിസോറി മെത്തേഡിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. പിന്നെ നിങ്ങൾ ഇതിനകത്ത് കൂടുതലായിട്ട് നോക്കി വെക്കേണ്ടത് ഒന്ന് ഫുൾ പ്രസന്റ് വേണം. എക്സാമിന് ചോദിക്കുന്നതാണ് പറഞ്ഞത്. ഫുൾ പ്രസന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഡേ ലീവ് ഇമ്പോർട്ടന്റ് ആണ്, ഫുൾ ഡേ ആബ്സെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ആഫ്റ്റർനൂൺ സ്പോട്ടും മോർണിംഗ് സ്പോട്ടും. ഓക്കെ മാം. 5 എണ്ണം കേട്ടോ, അത് നോക്കി വെക്കുക പ്രധാനമായിട്ട്. 5 എണ്ണമല്ലേ ഞാൻ പറഞ്ഞത്? അതെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതൊക്കെ അത്ര സ്പെസിഫൈ ചെയ്ത് ചോദിക്കില്ല. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ഫുൾ പ്രസന്റ്, അതുപോലെ തന്നെ ഫുൾ ഡേ ലീവ്, ഫുൾ ഡേ ആബ്സെന്റ്, മോർണിംഗ് സ്പോട്ട്, ആഫ്റ്റർനൂൺ സ്പോട്ട്. ഓക്കെ മാം, താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. കമ്മ്യൂണിക്കേഷൻ അപർണ മിസ് എടുത്തല്ലേ? എടുത്തായിരുന്നോ? ബാക്കി പാട്ടൊന്നും എടുത്തിട്ടില്ല. ഡെവലപ്മെന്റ് പ്രൊഫൈൽ എടുത്തോ? ഇല്ല മാം, എടുത്തില്ല. ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഒന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ആ ഫസ്റ്റ് പേജ് നമ്പർ 173 ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ.
വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഹസീന ഒന്ന് റീഡ് ചെയ്തേ. ഹസീന. Okay, ma'am. Development profile. It is difficult to give marks on how well a child can run or on how many complex sentences a child can speak in the report card. You will state the improving stage of the child in all the facets of development. This will help the parents confirm what they have themselves been observing and also help the parents confirm what they have themselves been observing and also help the parents pinpoint in which aspect or aspects their child needs more guidance through support, assistance, and environment. This type of report card of the child is called development profile of the child. Development profile. It is the description of the ability in terms socio-emotional development, physical development, cognitive development, language development, creative expression. മതിയോ മാം? എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. അതായത് ഒരു കുട്ടിക്ക് എത്രത്തോളം നന്നായി ചെയ്യാൻ കഴിയോ എന്നതിലോ എത്ര സങ്കീർണമായ വാക്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നു എന്നതിലോ മാർക്ക് നൽകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന്. അതിനാൽ റിപ്പോർട്ട് കാർഡിൽ കുട്ടിയുടെ എല്ലാ വികസന മേഖലകളിലെയും പുരോഗതി വ്യക്തമാക്കിയാണ് രേഖപ്പെടുത്തുന്നത്. ഇത് മാതാപിതാക്കൾക്ക് അവർ ഇതിനകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനും കൂടാതെ കുട്ടിക്ക് കൂടുതൽ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും സഹായവും ആവശ്യമായിട്ടുള്ള മേഖലകൾ തിരിച്ചറിയാനും സഹായിക്കുന്നു. ഇത്തരത്തിലുള്ള കുട്ടിയുടെ റിപ്പോർട്ട് കാർഡിനെ കുട്ടിയുടെ വികസന പ്രൊഫൈൽ, അതായത് ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയുന്നു. വികസന പ്രൊഫൈല് ഓക്കെ മാം. അതായത് ഇവിടെ പറയുന്നത് ഒരു കുട്ടിക്ക് എത്ര നന്നായിട്ട് ഓടാൻ കഴിയും അല്ലെങ്കിൽ എത്ര നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ കഴിയും, അതായത് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതിന് മാർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഈ മാർക്ക് കൊടുക്കുന്നത് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ സഹായിക്കും എന്നാണ് പറയുന്നത്. അത് നമ്മളൊന്ന് റിപ്പോർട്ട് കാർഡ്, അതായത് ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഒന്ന് ഒബ്സർവ് ചെയ്ത് നമ്മൾ ഒരു കാർഡിൽ അതിന് ഇത്ര മാർക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് ആ കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആ ടീച്ചറിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ പാരന്റ്സിന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത് അതിനെ മറ്റൊരു രീതിയിൽ പറഞ്ഞാലും കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം CBSE സ്കൂളിലൊക്കെ കൂടുതലായിട്ടുണ്ട് ഈ ഡെവലപ്മെന്റ് പ്രൊഫൈൽ അഥവാ റിപ്പോർട്ട് കാർഡ്. കണ്ടിട്ടുണ്ടോ? ഒരു കുട്ടിയുടെ ഹസീനക്ക് അറിയാം? ഹസീന ഒന്ന് പറയാമോ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും റിപ്പോർട്ട് കാർഡ് അഥവാ ഡെവലപ്മെന്റ് പ്രൊഫൈലില്? അതില് കുട്ടിയുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ കുറിച്ചുള്ള സംഭവങ്ങൾ, നല്ല ക്ലാസ്സിൽ അച്ചടക്കത്തോടെ ഇരിക്കുന്നത്, പിന്നെ പുസ്തകങ്ങളൊക്കെ നന്നായിട്ട് പൊതിഞ്ഞ് അങ്ങനെ സൂക്ഷിക്കുന്ന ഇത്, വൃത്തിയോടെ വരുന്നത്, ക്ലാസ്സിലെ ഓരോ ദിവസത്തെയും ഇതുണ്ടല്ലോ കേട്ടെഴുത്തൊക്കെ ഇടുന്നത്, അങ്ങനെയുള്ള ഇത് അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ്. പിന്നെ അറ്റൻഡൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പോ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതായത് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും, പിന്നെ കുട്ടിയുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള, അതായത് കുട്ടി എന്തൊക്കെ ചിലപ്പോ സ്പോർട്സിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാൻസിലായിരിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടുന്നതിൽ കഴിവുണ്ടാകുന്ന ആളായിരിക്കാം,
ഇനി ആർട്ട് വർക്കുകൾ ചെയ്യുന്നതിൽ കഴിവുള്ള കുട്ടിയായിരിക്കാം. അപ്പൊ ഓരോ മേഖലകൾ അനുസരിച്ച് കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്ന ഒരു രീതി നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പേജ് നമ്പർ 173 കേട്ടോ. ഓക്കെ. അപ്പൊ പാരന്റ്സിനായാലും ടീച്ചേഴ്സിനായാലും കുട്ടികളെ കുറിച്ച് കൂടുതൽ, അതായത് ഓരോരോ ദിവസവും അല്ലെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ഇന്ന വീക്കിലേക്കായിരിക്കും അല്ലെങ്കിൽ ഓരോ മാസത്തേക്കായിരിക്കും ഇത് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ കുട്ടിയുടെ ഡെവലപ്മെന്റ് ഇപ്പൊ കഴിഞ്ഞ മാസത്തിനേക്കാൾ കുറച്ചുകൂടി കുട്ടി ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കാർഡിൽ അറിയാൻ സാധിക്കും. അതല്ല ബാക്കോട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ അതും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ കുട്ടിയെ ദിനം പ്രതി ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഈ റിപ്പോർട്ട് കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് കാർഡിനെ നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റ് പ്രൊഫൈലിന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായോ? ഇതും എന്താണ് പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നില്ലേ, അത് ഇതും പ്രോഗ്രസ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ മാർക്കുകൾ മാത്രമാണുള്ളതെങ്കിൽ അതിന് പറയാനായിട്ട് പറ്റില്ല. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാവും അതിനകത്ത്. കുട്ടിയുടെ കലാകായിക രംഗത്തുള്ള മാർക്സ് ഒക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കുട്ടിക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത്. ഒരു ഇന്റേണൽ മാർക്ക് ഉണ്ടാവും. ഇന്റേണൽ മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് ഉണ്ട്. പിന്നെ ഡെവലപ്മെന്റ് പ്രൊഫൈലില് താഴെ പറയുന്ന കാര്യങ്ങള് വരാറുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഹെഡിങ് കൊടുക്കുക സാധാരണ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അപ്പൊ ഈ ഏരിയകളൊക്കെ അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ ഡെവലപ്മെന്റ് പ്രൊഫൈലില്. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അതായത് കുട്ടിയുടെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷണലി കുട്ടി എത്രമാത്രം ഡെവലപ്ഡ് ആണ്, കുട്ടി മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക. പിന്നെ ഫിസിക്കൽ ഡെവലപ്മെന്റിൽ കുട്ടിയുടെ ശാരീരികപരമായിട്ടുള്ള വളർച്ച, കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങള്. ഇനി കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്ന് നോക്കാം. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുട്ടിയുടെ പ്രീ നമ്പർ സ്കിൽസ് വരും, പ്രീ റൈറ്റിംഗ് സ്കിൽസ്, ബേസിക് കൺസെപ്റ്റ് സച്ച് ആസ് എ കളർ ആൻഡ് ഷേപ്പ് കൺസെപ്റ്റ്. അതായത് ഇപ്പൊ ചെറിയ കുട്ടിയൊക്കെ ആണെങ്കിൽ കുട്ടിക്ക് എന്താ പറയാ ആ നമ്പേഴ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ, അത് കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ, പിന്നെ എഴുതാനായിട്ട് എങ്ങനെയാണ് കുട്ടിയുടെ ഫിംഗർ മസിൽസ് മൂവ് ചെയ്യുന്നത്, കുട്ടി എഴുതാനായിട്ടുള്ള കുട്ടിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് പഠിക്കുന്നുണ്ട് അല്ലെ. നിങ്ങൾ വന്ന് പഠിച്ചിട്ടുണ്ടാവും പ്രീ നമ്പർ സ്കിൽസ്, പ്രീ റൈറ്റിംഗ് സ്കിൽസ്. പ്രീ റൈറ്റിംഗ് സ്കിൽസിന് വേണ്ടി ഏത് അപ്പാരറ്റസ് ആണ് ഉപയോഗിച്ചത് ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു പ്രീ റൈറ്റിംഗ് ബോർഡ്, ഒരു കൊതുകിന് പോലത്തെ ഒരു സാധനം ഉപയോഗിച്ചില്ലേ? അതന്നെ. ഉണ്ട് ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം. അതെ. അപ്പൊ ഇത്തരത്തിലുള്ള അപ്പാരറ്റസ് ഒക്കെ കൊടുത്തുകൊണ്ട് കുട്ടിയെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നതിലൂടെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം, മാർക്ക് ഇടാം. അവിടെ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനാണ് അവിടെ മാർക്ക് ഇടുന്നത്. ഓക്കെ, കുട്ടി അപ്പൊ നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒബ്സർവ് ചെയ്ത് എന്ത് ചെയ്യാം, മാർക്ക് കൊടുക്കാം. പിന്നെ ബേസിക് കൺസെപ്റ്റ്സ്, അതായത് കുട്ടിക്ക് ഷേപ്സുകൾ മനസ്സിലാകുന്നുണ്ടോ. കുറേയധികം ഷേപ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രാക്ടിക്കലിന് വന്നപ്പോ, കണ്ടില്ലേ? ഷേപ്സ്, ട്രയാങ്കിള്, ഓവോയിഡ് അല്ലേ, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ കുട്ടീനെ അത് കാണിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അതിന് വേണമെങ്കിലും മാർക്ക് ഇടാം. കുട്ടി അത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ, അതിനകത്ത് കളർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ. ഷേപ്സ് ചിലപ്പോ കുട്ടിക്ക് പറയാനായിട്ട് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല, ചിലപ്പോ ആ ഒരു ഏജ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ അതിനകത്ത് കളർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് കൊടുക്കാവുന്നതാണ്. ദാറ്റ് ഈസ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് വൺ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. അതായത് കുട്ടിക്ക് ഭാഷ, അതായത് ലാംഗ്വേജ് കേൾക്കുമ്പോഴും അത് പറയുമ്പോഴും ആ ഒരു കേൾക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ, ടീച്ചർ ഉപയോഗിക്കുന്ന ഭാഷ കേട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ. ഇതൊക്കെയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നോക്കുന്നത് കേട്ടോ. അപ്പൊ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതാണ് എന്ത്, ലാംഗ്വേജ് ഡെവലപ്മെന്റ്.
ക്രിയേറ്റീവ് എക്സ്പ്രഷനിൽ വരുന്നതാണ് മ്യൂസിക്. മ്യൂസിക്കിൽ എന്ന് പറഞ്ഞാൽ സിംഗിങ്, പാട്ട് പാടാനുള്ള കഴിവുണ്ട്. ചില കുഞ്ഞുങ്ങൾ അറിയാം, നമുക്ക് നന്നായിട്ട് പാട്ട് പാടുന്ന കുഞ്ഞുങ്ങളായിരിക്കും അല്ലെ, അവർക്ക് അതിനായിട്ടുള്ള കഴിവ് കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പാട്ട് പാടിപ്പിച്ചിട്ട് അവർക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ചില കുഞ്ഞുങ്ങൾ ഡ്രോയിങ് അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്നവരായിരിക്കും. ഇനി ചില കുട്ടികളാണെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരായിരിക്കും. ചില കുഞ്ഞുങ്ങൾ ഡ്രാമാസ് അല്ലെങ്കിൽ റോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ സ്ട്രോങ് പോയം അല്ലെങ്കിൽ ഗെയിം ടോയ് ഇങ്ങനെയുള്ള, അതായത് ഗെയിംസ് കളിക്കുന്നവരുണ്ടാകാം, പോയംസ് ക്രിയേറ്റ് ചെയ്യുന്നവരുണ്ടാകാം, കഥകൾ പറഞ്ഞുണ്ടാക്കുന്നവരുണ്ടാകാം. അപ്പോ ഇതൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് മാർക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തില് പല കാര്യങ്ങളും ഒരു കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഇങ്ങനെ മാർക്ക് കൊടുക്കുന്നത്. ഈ മാർക്ക് കൊടുക്കുന്നതിലൂടെ പാരന്റ്സിനും അതുപോലെ ടീച്ചേഴ്സിനും മറ്റുള്ള സ്റ്റാഫുകൾക്കും, അതായത് മറ്റുള്ള സ്കൂളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾക്കും ഈ ഒരു ഡെവലപ്മെന്റ് പ്രൊഫൈൽ കണ്ടാൽ മതി, കുട്ടി എത്രമാത്രമാണ് ഈ കുട്ടിയുടെ കഴിവെന്ന് ഊഹിക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാല് ഡെവലപ്മെന്റ് പ്രൊഫൈല് നല്ലതല്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ഓക്കെ, പാരന്റ്സിനായാലും വ്യക്തമായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവും, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവും. തന്റെ കുട്ടി ഇത്രമാത്രം വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തന്റെ കുട്ടിക്ക് ഈ ഏരിയയിലൊക്കെയാണ് കുട്ടികളുടെ കഴിവ് കണ്ടെത്താനായിട്ട്. ചിലവര് നന്നായിട്ട് പാട്ട് പാടുന്നവരായിരിക്കും, ചിലവര് ഡാൻസ് കളിക്കുന്നവരായിരിക്കും. അത് വളരെ ചെറുപ്പത്തിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡെവലപ്മെന്റ് പ്രൊഫൈൽ സഹായിക്കും. ഇപ്പൊ പാട്ട് പാടുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ എപ്പോഴും ഡെവലപ്മെന്റ് പ്രൊഫൈൽ റിപ്പോർട്ട് കാർഡിൽ പാട്ട് പാടുന്നതിന് കൂടുതലായിട്ട് മാർക്ക് കുട്ടിക്ക് കിട്ടുവാണെന്ന് വിചാരിക്കുക. അതുമൂലം പാരന്റ്സിന് വേണമെങ്കിൽ കുട്ടിയെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കാം അല്ലെ. ഇനി ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഡാൻസിന് എപ്പോഴും റിപ്പോർട്ട് കാർഡിലെ മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇത് പാരന്റ്സ് കാണുമ്പോൾ അവർക്കൊരു ബോധം വരുമാ, കുട്ടിയെ വെറുതെ ഇരുത്തണ്ട, കുട്ടിയെ ഡാൻസ് പഠിക്കാൻ കൊണ്ടുവന്നാക്കാം. അപ്പോ അവരവരുടെ മേഖലകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ റിപ്പോർട്ട് കാർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തരത്തിൽ പറഞ്ഞാല് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് സാധാരണ കുട്ടിയുടെ ഒബ്സർവേഷൻ, അതായത് ഡെവലപ്മെന്റ് പ്രൊഫൈലുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പേജ്, ഒരു സാമ്പിൾ പേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടിയുടെ ഒബ്സർവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ആദ്യം നമുക്കറിയാം കുട്ടിയുടെ പേരുണ്ടാകും റിപ്പോർട്ട് കാർഡില്, പിന്നെ കുട്ടിയുടെ വയസ്സ്, ഏജ്, അഡ്രസ് ഉണ്ടാകും, പിന്നെ ടെലിഫോൺ നമ്പർ ഉണ്ടാകും, പിന്നെ ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്യുപേഷൻ, അച്ഛന്റെ ജോലിയും അതുപോലെ പേരും ഉണ്ടാകും, പിന്നെ മദർ നെയിം ആൻഡ് ഒക്യുപേഷൻ, അമ്മയുടെ പേര്, അമ്മയുടെ ജോലി, പിന്നെ ചൈൽഡ് വെയിറ്റ് എത്രയാണെന്ന് ഉണ്ടാവും, ഹൈറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ താഴെ പറയുന്ന ഏരിയകൾ, ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. കഴിവൊന്നും ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ ഈ ഏരിയകളിലൊക്കെ ഒന്നും അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ ആ ഏരിയകളൊക്കെ നില്ലായിട്ടായിരിക്കും കിടക്കുന്നത് കേട്ടോ, വെറുതെ ഒന്നും എഴുതാതെ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് കുട്ടികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെയാണ്. അപ്പൊ ഇതൊന്ന് എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ഒരു സാമ്പിൾ ഓഫ് പേജ് ഫോർ ഒബ്സർവേഷൻ ഓഫ് എ ചൈൽഡ് നിങ്ങളുടെ കുട്ടികളുടെ ഇത് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കാൻ പറ്റുമോ? ഇപ്പൊ അതിനകത്ത് ടെലിഫോൺ നമ്പർ എഴുതണ്ട, നമ്മള് ഇതൊരു പബ്ലിക് വീഡിയോ അല്ല, അതുകൊണ്ട് ടെലിഫോൺ നമ്പർ എഴുതണ്ട, യൂട്യൂബിലൊക്കെ വരുന്നല്ലേ വീഡിയോ, അപ്പൊ അത് വേണ്ട. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എഴുതാം. അഡ്രസ്സും എഴുതണ്ട, അഡ്രസ്സും മെൻഷൻ ചെയ്യണ്ട കേട്ടോ. ബാക്കി ഉള്ള കാര്യങ്ങളൊന്നും എഴുതാൻ നോക്കുക. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് ഏതിനകത്താണോ കഴിവുള്ളത് ആ ഏരിയ ഏതാണെന്ന് കണ്ടെത്തി അതിനകത്ത് അതൊന്ന് ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കാം. റെഡി അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു 5 മിനിറ്റ് അസൈൻമെന്റ് ഇപ്പൊ ചെയ്യാനാണോ? ഇപ്പൊ ചെയ്യാനാണ്. 5 മിനിറ്റ്. എനിക്ക് വലിയ കുട്ടിയാണല്ലോ മാം, ഞാൻ എഴുതണം. എക്സാമ്പിൾ പോലെ എഴുതിയാൽ മതിയോ? മതി മതി.
എഴുതി കഴിഞ്ഞവര് വായിക്കാൻ കേട്ടോ. മാം, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റില് മാർക്ക് എങ്ങനെ വരിക? ഈ ഇതിലൊക്കെ പ്രൈസ് കിട്ടിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മാർക്ക് ഐഡന്റിഫൈ ചെയ്യാം? എന്താണ്? ഫിസിക്കൽ മോട്ടോർ ഡെവലപ്മെന്റ് ഇല്ലേ, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, അതില് പ്രൈസ് കിട്ടിയ കുട്ടിയാണ്. ആ അപ്പൊ നമ്മൾ മാർക്ക് എങ്ങനെ വരികയെന്നറിയോ? മാർക്ക് എങ്ങനെ വരികയെന്ന്? ഇല്ല, ഏതെങ്കിലും നിങ്ങൾ എല്ലാവരും എഴുതണമെന്നില്ല, ഏതെങ്കിലും ഒന്നൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. മാം ഞാൻ എഴുതി. ആ വായിച്ചോളൂ കേട്ടോ അസീന. നെയിം അമീന, ഏജ് 6. ഫാദറിന്റെ മദറിന്റെ ഒക്കെ പേര് പറയണോ മാം? പേര് പറഞ്ഞോളൂ. ഫാദർ നെയിം സാബിത്ത് അലി, ബിസിനസ് ക്രഷർ യൂണിറ്റ്. മദർ നെയിം ഹസീന, ഹൗസ് വൈഫ്. വെയിറ്റ് 18 കിലോഗ്രാം. ഹൈറ്റ് 115 സെന്റിമീറ്റർ. ഇതില് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, കുട്ടിക്ക് നല്ല ശാരീരിക ആരോഗ്യം ഉണ്ട്. ഓടാന്, ചാടാന്, പന്തെറിയാന്, പിടിക്കാനൊക്കെ, പിന്നെ പെൻസില് ശരിയായി പിടിച്ചെഴുതാനൊക്കെയുള്ള കഴിവുണ്ട്. പിന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റിൽ കുട്ടി സഹപാഠികളോട് നല്ല രീതിയിൽ പെരുമാറുന്നു. അധ്യാപകരുടെ നിർദ്ദേശങ്ങളൊക്കെ കേട്ട് അതുപോലെയൊക്കെ അനുസരിക്കുന്നു. ചെറിയ എന്തെങ്കിലുമൊക്കെ നിരാശ അല്ലെങ്കിൽ എന്തേലും ഇഷ്ടപ്പെടാത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് സ്വയം തന്നെ അത് ശാന്ത സ്വഭാവത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നിറങ്ങൾ, ആകൃതിയൊക്കെ തിരിച്ചറിയാൻ കഴിയും. 1 തൊട്ട് 100 വരെ എണ്ണാനുള്ള കഴിവുണ്ട്. എഴുതാനും സ്പെല്ലിംഗ് എല്ലാം നല്ല ഇതായിട്ട് അറിയാം. ചെറിയ പസിലുകളൊക്കെ പരിഹരിക്കാനായിട്ടുള്ള താല്പര്യമൊക്കെ കാണിക്കാറുണ്ട്. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ചെറിയ വാക്യങ്ങൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കാറുണ്ട്. കഥകളൊക്കെ നന്നായിട്ട് ശ്രദ്ധയോടെ കേൾക്കാനും സ്വയം കഥ പറയാനും ഭയങ്കര താല്പര്യമാണ്. ക്രിയേറ്റീവ് എക്സ്പ്രഷനില് ചിത്രം വരയ്ക്കാന്, നിറം കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാന്, കളികളിലൊക്കെ പങ്കെടുക്കാനൊക്കെ താല്പര്യം കാണിക്കാറുണ്ട്. ഓക്കെ മാം. വെരി ഗുഡ്. അസീന വായിച്ചത് കേട്ടില്ലേ? വായിച്ചോട്ടെ? വായിച്ചോളൂ സിൻസി. പേര് ക്രിസ്ത്യാനോ, ഏജ് 7, ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപ്പേഷൻ സുമേഷ്, സേഫ്റ്റി ഓഫീസർ. മദേഴ്സ് നെയിം സിൻസി, ബിസിനസ്. ചൈൽഡ് വെയിറ്റ് 22 kg, ഹൈറ്റ് 125 സെന്റിമീറ്റർ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ സ്കില്ലില് ഫുട്ബോൾ കളികൾ നല്ലോണം ഭയങ്കര ഇഷ്ടമാണ് കളിക്കാൻ. ഫുട്ബോള്, ഷട്ടിൽ ബാറ്റ്, അങ്ങനെയുള്ള കളികൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സോഷ്യൽ ഇമോഷനിൽ എല്ലാവരുമായിട്ടും പെട്ടെന്ന് ഇടപെടുന്ന രീതിയാണ്. എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടുള്ള, അങ്ങനെ വഴക്കിടണം അങ്ങനത്തെ പ്രകൃതമൊന്നുമില്ല. തന്നെ പുള്ളി തന്നെ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ ചെയ്തോളും. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കളേഴ്സ് എല്ലാം തിരിച്ചറിയാം. പിന്നെ മാത്സിൽ നല്ല ഇൻട്രസ്റ്റ് ആണ്. നമ്പേഴ്സ് കൂട്ടാനും കുടിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ലാംഗ്വേജിൽ കഥകളൊക്കെ പറയും. പക്ഷെ പുള്ളിയുടെ ഭാഷ, ചില വാക്കുകൾ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പറയുന്നത്. എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ എന്താണ് അവൻ ഉദ്ദേശിക്കണതെന്ന്. ചില വാക്കുകൾ പറയുന്നത് വേറൊരു രീതിയിലാണ് ഇതൊക്കെ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത്. ഇപ്പൊ എനിക്ക് എന്നൊക്കെ എന്നൊക്കെ പറയുന്നത് പുള്ളിയുടേതായ വേറെ ഭാഷയില് നമ്മൾ അങ്ങനെ പെട്ടെന്ന് ആർക്കും മനസ്സിലാവൂല അവൻ പറയണത്. പിന്നെ ക്രിയേറ്റീവില് കളിക്കാനൊക്കെ വളരെ താല്പര്യമുള്ള ആളാണ്. വേറെ പിന്നെ പടം വരയ്ക്കല്, അതിനൊക്കെ നല്ല താല്പര്യമുണ്ട്. താങ്ക് യു. മാം, ഞാൻ പറഞ്ഞത്
Name Hamdan. Age 9. Father's name and occupation Shafiq, electrician. Mother's name, occupation Afila, housewife. Child weight 24 kg. Child height 120 centimeter. Physical and motor development ജമ്പിങ്, ഓട്ട മത്സരം, അതിനൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ടീച്ചേഴ്സിനെ അനുസരിക്കും, അങ്ങനെയുള്ള പ്രകൃതാണ്. എന്നാൽ ചെറുതായിട്ടുള്ള കുരുത്തക്കേട് അങ്ങനത്തതും ഉണ്ട്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വായന, എഴുത്ത്, അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, നല്ല ഫാന്റസി കഥകൾ പറയും, സ്റ്റോറി നന്നായിട്ട് പറയാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, ഗ്രാഫ്റ്റ് വർക്കില് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കളറിങ്ങിലും. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ്? ഞാൻ പറയാമോ? നെയിം നെയിം ഓസ്റ്റിനോ ലോറൻസ്. ഏജ് 7. അഡ്രസ് കോളംപുറത്ത്. ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപേഷൻ ലോറൻസ് KV, ബിസിനസ്. മദേഴ്സ് നെയിം ആൻഡ് ഓക്യുപേഷൻ ടെസി ലോറൻസ്, ഹൗസ് വൈഫ്. ചൈൽഡ് വെയിറ്റ് 22 kilogram. ചൈൽഡ് ഹൈറ്റ് 110 centimeter. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സ്പോർട്സിലൊക്കെ വളരെ താഴെയാണ്. ഫസ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കേറ്റിംഗ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. ഏറ്റവും ഫസ്റ്റ് ആണ് സ്കേറ്റിങ്ങിന് പോണത്. അപ്പോൾ അവിടെ ക്ലാസ്സിലെ ടീച്ചേഴ്സും മാഷും ഒക്കെ പറയാറുണ്ട്, ഇവന് ടൂർണമെന്റിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് സ്കേറ്റിങ്ങിന്റെ. അപ്പോൾ അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും അവനൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാത്രം. മെട്രിക്കലായിട്ടുള്ളൂ. അപ്പോൾ 2 കൊല്ലം കൂടി കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞു. പിന്നെ സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ്, അവൻ ഏത് പ്രായക്കാരോടും പെട്ടെന്ന് ഇണങ്ങും. അവരുടെ അടുത്ത് അവന്റെ കൂടെ കളിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അവൻ വളരെ കമ്പനിയാണ്. അങ്ങനെ ഒരു എല്ലാവരോടും കമ്പനി ആവാൻ വളരെ ഇഷ്ടമാണ്. അന്ന് അവന്റെ കൂടെ കളിക്കാനുള്ള ഒരു ഇത് വേണം. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, മാത്സ് ഒക്കെ വളരെ ഇഷ്ടമാണ്. മാത്സ് അവൻ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഞാൻ തന്നെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, അവൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പക്ഷെ വേറെ ഒന്നും മലയാളം പഠിക്കാനായിട്ട് അന്ന് വളരെ ഇതാണ്. അത് ഞാൻ ഒരുപാട് ടൈം എടുത്താണ് അവനെ പഠിപ്പിക്കുന്നത്. എന്നാ മാത്സ് ഞാൻ ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഇത്. പിന്നെ ലിസണിങ് സ്കില്ലുണ്ട്. കുറച്ച് കുറുമ്പൊക്കെ കയ്യിലുണ്ട്. ക്ലാസ്സിന് ഓടി നടക്കല പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ടീച്ചർ. പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ കിട്ടും. അപ്പൊ അവനോട് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പറഞ്ഞു. മാത്സ് ആയാലും ബാക്കിയുള്ളത്. മാത്സ് പിന്നെ അവൻ തന്നെ പഠിക്കുന്നുണ്ട്. ഇത് ക്ലാസ്സിൽ ഇരുന്ന് കിട്ടാനുള്ള ഒരു ഇത് മാത്രമുള്ളൂ അല്ലേ. ഇരുന്ന് കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാതും അവന് കിട്ടാറുണ്ട്. പക്ഷെ ഇരുന്ന് കോൺസെൻട്രേഷനിൽ അങ്ങനെ ഇരിക്കണം, അതിനുള്ളൊരു ടൈം. അപ്പൊ മിസ്സുമാർ പറയാറുണ്ട്, കാണുമ്പോ അവന് ഒന്ന് ഇരുത്തി കിട്ടി കഴിഞ്ഞാൽ, അതായത് ക്ലാസ്സിൽ ഇരിക്കണ ആ ടൈമിൽ അവൻ ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവൻ എല്ലാം കിട്ടുന്നുണ്ട്. അല്ലാത്ത സമയത്ത് കോൺസെൻട്രേഷൻ പോയി അവിടെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെയാണ് കിട്ടാത്തത്. അപ്പൊ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇത്തിരി കുറച്ച് കുറുമ്പൊക്കെ കയ്യിലുണ്ട്. പിന്നെ ഓറലായിട്ട് സംസാരം പൊതുവെ അവന്റെ പ്രായക്കാരോടായിരിക്കും കൂടുതലായിട്ട്. അതുപോലെ ചേച്ചിമാരോടും അവൻ സംസാരിക്കും. ചേട്ടന്മാരെയാണ് കൂടുതൽ ഇഷ്ടം. അവരെ പള്ളി, ഇപ്പൊ ഞങ്ങള് സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും പള്ളിയിൽ പോകുമ്പോഴാണെങ്കിലും അവന്റെ ചേട്ടന്മാര് അവൻ തന്നെ അങ്ങോട്ട് വിളിച്ചാ ചിലപ്പോ അറിയില്ലായിരിക്കും, വന്നാലും വിളിച്ച് അവരുടെ പിന്നാലെ പോകും. അവരും ഇവനെ മൈൻഡ് ചെയ്യും. അപ്പൊ അവരും എന്റെ അടുത്ത് സംസാരിച്ചു വെക്കും. അങ്ങനെ അവനെല്ലാരും വിളിച്ച് പിന്നാലെ പോകാൻ ടൈപ്പാണ്. പിന്നെ ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ തന്നെ കളിക്കാൻ വളരെ ഇഷ്ടമാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സ്പോർട്സിൽ ഭയങ്കര ആക്റ്റീവാണ് ആള്. അങ്ങനെ പഠിക്കാനായിട്ട് കുറച്ച് പിന്നാക്കം നിൽക്കുന്നുണ്ട്. പക്ഷെ മാത്സ് ഭയങ്കര ഇതാൾക്ക് പെട്ടെന്ന് കിട്ടും മാത്സില്. പഠിക്കാനുള്ള മടി കൊണ്ടാണ് ആ പിന്നാക്കം നിൽക്കണ അവസ്ഥ. ഓക്കെ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ലവ്ലി എഴുതിയോ? ഞാൻ എന്റെ മോൻ വലുതാണ്, എന്നാലും ഞാൻ അവന്റെ കുഞ്ഞുനാളിലും ഉള്ളത് ആലോചിച്ചിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പറയട്ടെ. നെയിം സാനി ഡിഗോൾ. ഏജ് പറയുന്നില്ല, 20 ആയി. ഫാദേഴ്സ് നെയിം ആൻഡ് ഓക്യുപേഷൻ ജോർജ് ഡിഗോൾ, ഇലക്ട്രീഷ്യൻ. മദേഴ്സ് നെയിം ലവ്ലി ഡിഗോൾ, ഹൗസ് വൈഫ്. ചൈൽഡ് വെയിറ്റും ഹൈറ്റും പറയുന്നില്ല മാം. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, അവൻ ഫുട്ബോളും ഷട്ടിൽ ബാഡ്മിന്റനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെറുപ്പത്തിലെ മുതൽ, ഇപ്പോഴും അതെ. സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ
എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇടപഴകും. ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവരുമായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആവും. എല്ലാവരോടായിട്ട് വീട്ടിലേക്കാളും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് പുറമേ ഫ്രണ്ട്സിനോടൊക്കെ ഇടപഴകുന്നത്. പിന്നെ കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, വായന, എഴുത്തൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റാണ്. ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ലിസണിങ് സ്കിൽസ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ല. ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, ഡാൻസും പിന്നെ പെയിന്റിങ് ഒക്കെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞായിരിക്കുമ്പോൾ ഉപജില്ലയിൽ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് ക്ലേ മോഡലിങ്ങിന്. ഇത്രയൊക്കെയാണ് എൻ്റെ മോനെ പറ്റിയുള്ളത്. ഓക്കെ, ഇനി ആരാണ്? അശ്വതി. ആ, നെയ്മ് ദേവനന്ദ് CS, ഏജ് 7, ഫാദർ നെയ്മ് സുഭാഷ് CS, പെയിന്റിംഗ് കോൺട്രാക്ടർ, മദർ നെയ്മ് അശ്വതി സുഭാഷ്, ഹൗസ് വൈഫ്, ചൈൽഡ് വെയിറ്റ് 20, ചൈൽഡ് ഹൈറ്റ് 110 സെന്റിമീറ്റർ. പിന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, ആൾക്ക് സൈക്കിൾ നന്നായിട്ട് ഓടിക്കും. പിന്നെ ഇന്നലെ സ്കേറ്റിങ്ങിന്റെ മത്സരം ഉണ്ടായിരുന്നു, അപ്പൊ അവനതിൽ സെക്കൻഡ് പ്രൈസ് ഉണ്ട് ഇന്നലെ പോയതിന്. പിന്നെ ഫുട്ബോൾ കളിക്കും. മെയിനായിട്ടും വീട്ടിലിരിക്കാറില്ല, സൈക്കിൾ കൊണ്ട് കറങ്ങാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് പോവും. പിന്നെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ കൂട്ടുകാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. സ്കൂളിൽ ടീച്ചർമാർക്കായാലും ഭയങ്കര കാര്യമാണ്. അങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകളൊന്നുമില്ല. ടീച്ചർമാര് പറയണ നന്നായിട്ട് അനുസരിക്കും, ഒരലമ്പില്ല. പക്ഷെ വീട്ടില് നേരെ തിരിച്ചാണ്, ഭയങ്കര കുസൃതിയാണ്. സ്കൂളിലെ ടീച്ചർമാരും നമുക്ക് അതിശയം തോന്നി, നമ്മുടെ കൊച്ചു ഇങ്ങനെയാണോ എന്നുള്ള സംശയം. കാരണം വീട്ടില് നല്ല കുസൃതി ഉണ്ട്, കുറച്ചൊക്കെ അനുസരണക്കേടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പഠിക്കാനും മിടുക്കനാണ്. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കളേഴ്സ് ഒക്കെ വെച്ചിട്ട് പുതിയ പുതിയ കളർ കണ്ടുപിടിക്കുക. മറ്റേ എനിക്ക് ഫാബ്രിക് പെയിന്റ് ഉണ്ട്, അപ്പൊ അവൻ അതെടുത്തിട്ട് അവൻ തന്നെ ഓരോ കളർ മിക്സ് ചെയ്തിട്ട് കളേഴ്സ് കണ്ടുപിടിക്കും, പുതിയ പുതിയ കളേഴ്സ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവരെ സ്കൂളിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പൊ ടീച്ചർ പറഞ്ഞു അതിൽ മോൻ മിടുക്കനാണ്. അവർക്ക് ഇങ്ങനെ സ്റ്റാർ കൊടുക്കും, ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതുകൊണ്ട് 1 സ്റ്റാർ 2 സ്റ്റാർ അങ്ങനെ സ്റ്റാറുകൾ കൊടുക്കും. അങ്ങനെ ഇവന് 3 സ്റ്റാർ കിട്ടി. പിന്നെ ഗുഡിന്റെ ഇതൊക്കെ ഉണ്ട്, ബാഡ് ഗുഡ്, അതില് ഗുഡില് 4, 5 സ്റ്റാർ ഒക്കെ ഉണ്ട്. അവരൊരു ചാർട്ടിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്കൂളിൽ പോയപ്പോ അതൊക്കെ നോക്കിയപ്പോ അതിലൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ, അവൻ നന്നായിട്ട് പടം വരയ്ക്കും. യൂട്യൂബ് നോക്കിയിട്ട് ശിവന്റെ പടം, ദേവിയുടെ പടം, അങ്ങനെ എല്ലാ പടങ്ങളും വരയ്ക്കും. അത്രയൊക്കെ ഉള്ളത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ? മാം ഞാൻ കൂടെ പറയട്ടെ. ആരായിരുന്നു? സിബിമോള് അല്ലേ? പറഞ്ഞോളൂ കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? കേൾക്കാൻ പറ്റുന്നുണ്ട്. പേര് ഗോഡ്സൺ ജോൺസ്, ഏജ് 8 വയസ്സ്. ഫാദേഴ്സ് നെയിം ആൻഡ് ഒക്കുപേഷൻ ജോൺ തോമസ്, ഇലക്ട്രീഷ്യൻ. മദേഴ്സ് നെയിം ആൻഡ് ഒക്കുപേഷൻ സിബിമോൾ, ഹൗസ് വൈഫ്. ചൈൽഡ് വെയിറ്റ് 22 കിലോഗ്രാം. ചൈൽഡ് ഹൈറ്റ് 120 സെന്റിമീറ്റർ. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്, സ്പോർട്സ്. ഓട്ടത്തിലൊക്കെ ഭയങ്കര ഓട്ടത്തിലേ ഉള്ളൂ, നമ്മളിലെ നിയന്ത്രിക്കാൻ പറ്റാതെ ഓടുന്ന പോലെ നല്ല പോലെ ഓടും. പിന്നെ സ്കൂളിലൊക്കെ ഫസ്റ്റ് കിട്ടാറുണ്ട് ഓട്ടത്തില്. പിന്നെ സൈക്കിൾ ഓടിക്കും. പിന്നെ സൈക്കിളിന്റെ ചെയിനൊക്കെ കേടാവുകയാണെങ്കിൽ അവൻ തനിയെ ഇരുന്ന് എങ്ങനെയൊക്കെയോ അത് ശരിയാക്കുന്നത് കാണാം. പിന്നെ പൈപ്പ് അതുപോലുള്ളതൊക്കെ കേടായാല് വെള്ളമൊക്കെ നിൽക്കാതെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ചിലപ്പം വീട്ടിലുള്ളവർ തന്നെ ശരിയാക്കി നോക്കിയിട്ട് ശരിയാവാതെ പോയതായിരിക്കും, അവൻ തനിയെ അത് ശരിയാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്, മമ്മി പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അവൻ. പിന്നെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ്, ഒരുപാട് സംസാരിക്കാറില്ല. പിന്നെ വീട്ടിൽ നമ്മളോടൊക്കെ സംസാരിക്കും, സ്കൂളിൽ കൂട്ടുകാരോട് സംസാരിക്കും, പക്ഷെ ഒരുപാട് അങ്ങ് ആക്റ്റീവ് അല്ല. അവനോട് വന്ന് മിണ്ടുന്ന ആൾക്കാരോട് അവൻ മിണ്ടും, അങ്ങോട്ട് കയറി മിണ്ടുക, അങ്ങനെയുള്ള ഒരു പതിഞ്ഞ ഒരു സ്വഭാവമാണ്. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇതൊക്കെ വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. പിന്നെ മാത്സിലാണ് അവന് കൂടുതൽ താല്പര്യം. നമ്മളിങ്ങനെ മനക്കണക്കായാലും ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആലോചിച്ച് അവൻ ഉത്തരം പറയും. വീട്ടിലായാലും കണക്ക് കൂട്ടുകയോ കാൽക്കുലേറ്റർ എടുക്കുകയോ അല്ലെങ്കിൽ ബുക്കിൽ എഴുതി കൂട്ടിയോ ഒന്നും വേണ്ട, അവൻ തന്നെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ അതിന്റെ ആൻസർ നമുക്ക് പറഞ്ഞു തരും. പിന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ്, ഡ്രോയിങ്, പടം വരയ്ക്കും. ഇങ്ങനെ പുസ്തകത്തില് അതുപോലെ തന്നെ ഈ ഫോണിലൊക്കെ പടങ്ങൾ കാണുവാണെങ്കിൽ അത് തനിയെ അവൻ അത്ര നല്ലതായിട്ട് വരയ്ക്കില്ല എങ്കിലും അവൻ്റെതായ രീതിയിൽ അവൻ വരയ്ക്കും. വരച്ച് എന്നെ കാണിക്കാറുണ്ട്, വീഡിയോയിലൊക്കെ ഞാൻ വിളിക്കുമ്പോൾ എന്നെ ഇങ്ങനെ കാണിക്കാറുണ്ട് മാം. താങ്ക് യു മാം.
ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ടൈം ടേബിൾ ഒന്ന് നോക്കാം കേട്ടോ. ടൈം ടേബിൾ ഒന്ന് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യാം. ടൈം ടേബിൾ മാത്രം, താഴെ പറയുന്ന കാര്യം വേണ്ട, കണ്ടന്റ് ഓഫ് ടൈം ടേബിൾ വേണ്ട. ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ വായിക്കാൻ വന്നത്, the timetable is a detailed plan showing the schedule of time allocation to various subject and activities. Usually the timetable is prepared for a week to be repeated. All the work in the school is carried out systematically tuned to the timetable. The outstanding working of a school depends on a suitable timetable. Hence the timetable is said to be the second school clock. ഒരു ടൈം ടേബിൾ എന്ന് പറയുന്നത് ഒരു സ്കൂളില് വേരിയസ് സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസ് ഉണ്ടാവും അല്ലെ, അതിനു വേണ്ടിയിട്ട് ടൈം എപ്പോഴൊക്കെയാണ് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണിത് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഒരു സ്കൂളില് കുറേയധികം സബ്ജക്റ്റുകളും അതുപോലെ തന്നെ ആക്ടിവിറ്റീസുകളും ഉണ്ടാവും. ഈ സബ്ജക്ട് ആൻഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽഡ് പ്ലാനിനെയാണ് എന്ത് പറയുന്നത്, ടൈം ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി ഒരു ടൈം ടേബിൾ സാധാരണയായിട്ട് ഒരു വീക്കിലേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ അത് തന്നെ പിന്നീട് റിപ്പീറ്റ് വരും എന്നാണ് പറയുന്നത്. ഒരു പ്രാവശ്യം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയായിരിക്കും റിപ്പീറ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു സ്കൂള് നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അവിടെ ഉള്ള ഒരു സ്കൂളിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക് എന്ന് പറയുന്നത് ആ ടൈം ടേബിളിനെ ആശ്രയിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ സെക്കൻഡ് ക്ലോക്ക് എന്ന് ടൈം ടേബിളിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ടൈം ടേബിളിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണ് ഉള്ളത് അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് ടൈം ടേബിൾ തന്നിട്ടുണ്ടോ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്? സ്മാർട്ട് സ്കൂളിന്റെ ടൈം ടേബിൾ തന്നിട്ടുണ്ടോ ക്ലാസ്സുകളുടെ? അല്ലേ? ഓക്കെ, അപ്പൊ ആ ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി ചില ദിവസങ്ങളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം അല്ലെ. ചിലപ്പോ ഇന്ന് എന്റെ ക്ലാസ് ആണ്, ചിലപ്പോ ലീവ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ വേറെ മിസ്സുമാര് കയറിയായിരിക്കും ക്ലാസ് എടുക്കുക. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം. പക്ഷെ റെഗുലർ ആയിട്ട് എപ്പോഴും എന്റെ ക്ലാസ് തന്നെയാണ് ഉണ്ടാവുക. വല്ലപ്പോഴും ഒരിക്കലും മാറ്റങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഓരോ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന്റെ സബ്ജക്റ്റിനെയും അല്ലെങ്കിൽ മറ്റ് ആക്ടിവിറ്റീസുകളൊക്കെ അലോ ചെയ്ത് എപ്പോഴാണ് ഓരോന്നിനും ഓരോ ടൈം എപ്പോഴാണെന്ന് കൊടുത്തിരിക്കുന്നതാണ് ഈ ടൈം ടേബിൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ട് അല്ലെ. നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് എപ്പോഴാ? 10 to 11 അല്ലേ, മൺഡേ ടു ഫ്രൈഡേ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടൈം എന്ന് പറയുന്നത് ആ ഒരു ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ക്ലാസ്സിൽ കയറുന്നതും പിന്നീട് ക്ലാസ്സിൽ നിന്ന് ലീവ് ആകുന്നത്. അപ്പോ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങള് മൂവ് ഓൺ ചെയ്യുന്നത് ഈ ടൈം ടേബിൾ പ്രകാരമാണ്. അതുപോലെ തന്നെയാണ് സ്കൂളിന്റെയും. സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ 1 മണിക്കൂർ മാത്രമല്ലല്ലോ ഉള്ളത്. കുട്ടികൾ രാവിലെ ചെന്നിട്ട് ഈവനിങ് ആവുമ്പോഴാണ് തിരിച്ചു വീട്ടിലോട്ട് വരുന്നത്. അപ്പൊ ആ ടൈമിനുള്ളിൽ ഇപ്പൊ രാവിലെ 9:30 തുടങ്ങി അല്ലെങ്കിൽ 10 മണി തുടങ്ങി,
4 മണി വരെ അല്ലെങ്കിൽ 3:30 വരെ. ആ ഒരു സമയത്ത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പീരീഡില് എത്ര സബ്ജക്റ്റുകളാണ്, ഓരോന്നിനും എത്ര മണിക്കൂറുകളാണെന്ന് സ്പെസിഫൈ ചെയ്ത് അലൗ ചെയ്ത് കൊടുക്കുന്ന ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണത് ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സാധാരണയായിട്ട് നമുക്കറിയാം സ്കൂളിൽ ചിലപ്പോൾ ബെല്ലടിക്കുന്നത് ചിലപ്പോൾ 9:30 ആയിരിക്കാം, അല്ലെങ്കിൽ 9:45 അല്ലെങ്കിൽ 10 മണിക്കായിരിക്കാം. പലതിലും നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അപ്പൊ രാവിലെ 10 മണിക്കാണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പീരീഡ് ചിലപ്പോൾ 10 തുടങ്ങി 10:45 വരെ ആയിരിക്കും. അപ്പൊ ആദ്യത്തേതെന്ന് പറയുമ്പോൾ നമുക്കറിയാം മിക്കവാറും ക്ലാസ് ടീച്ചറിന്റെ അവർ ആയിരിക്കും വരിക, അല്ലെ? ചെറിയ ക്ലാസ്സിലൊക്കെ അങ്ങനെയല്ലേ കൂടുതൽ അങ്ങനെയാണ്. ക്ലാസ് ടീച്ചർ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതായിരിക്കും ആദ്യം വരിക. ഫോർ എക്സാമ്പിൾ മാത്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ 10 മണി തുടങ്ങി 10:45 വരെ മാത്സ് സബ്ജക്ട് ആയിരിക്കും. അതിനുശേഷം 10:45 തുടങ്ങി 11 വരെ ചിലപ്പോൾ മലയാളം ആയിരിക്കും. അതിനുശേഷം ഇന്റർവെല്ല് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇന്റർവെല്ലിൽ പെടും. ആക്ടിവിറ്റീസ് ഇന്റർവെല്ലിൽ പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും 2 പീരീഡ്, ദെൻ ലഞ്ച് ബ്രേക്ക് കൊടുക്കും, അതും ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. പിന്നെ വീണ്ടും പീരീഡ്സ് ഉണ്ടാകും, ചിലപ്പോൾ ഡ്രില്ല് അല്ലെങ്കിൽ PT പീരീഡ് ഉണ്ടാവും, അതും ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. അപ്പൊ ഇത്തരത്തില് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ ആണത് ടൈം ടേബിൾ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി ഇതിന്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ചിലപ്പോ ബുധനാഴ്ച മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, മിക്കവാറും, ഉറപ്പില്ല, പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. വൈൻഡപ്പ് ചെയ്യുവാണ് കേട്ടോ. സൈൻ ഔട്ട് ഉണ്ടോ? Okay, ma'am. Sign out. Thank you, Shri ma'am, for today's class. It was very informative and helpful. With the gratitude to everyone, I am signing out now. See you all in the next class. Thank you, everyone. Thank you, ma'am. Thank you. Thank you, ma'am. താങ്ക് യു. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.